ശക്തന്റെ തട്ടകത്തിൽ ഇന്ന് പൂരങ്ങളുടെ പൂരമാണ്. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ മുതൽ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, പൂരത്തിന് പൊലിമ കുറവാണ്, പക്ഷേ പൂരപ്രേമികളുടെ മനസ്സിലെ ആവേശത്തിനൊട്ടും കുറവില്ല. അതുതന്നെയാണ് ഇന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതും. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ, രാവിലെയുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കണിമംഗലം ശാസ്താവ് ഗുരുവായി കാണുകയാണ്. വടക്കുന്നാഥൻ ഈ പറഞ്ഞതുപോലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പൂരവേദിയിലെ വിശേഷങ്ങൾ? തീർച്ചയായും രാവിലെ തന്നെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് ആരംഭിച്ചു. ഘടകപൂരങ്ങളിൽ ഏറ്റവും ആദ്യം എത്തുന്നത് കണിമംഗലം ശാസ്താവാണ്. നമുക്ക് അറിയാം, ഈ കണിമംഗലം ശാസ്താവിൻ്റെ പ്രത്യേകത വെയിലും മഴയും ഒന്നും കൊള്ളാതെ ആദ്യം തന്നെ വടക്കുന്നാഥനിലേക്ക് എത്തുക. അതിനുശേഷം ഈ ചടങ്ങുകൾക്ക് ശേഷം ഏറ്റവും അവസാനം വടക്കുന്നാഥനിൽ നിന്ന് മടങ്ങുന്നതും കണിമംഗലം ശാസ്താവാണ്. അത്തരത്തിൽ ഓരോ ഘടകപൂരങ്ങളുടെയും എഴുന്നള്ളത്ത് ആരംഭിച്ചു. ആദ്യം കണിമംഗല ശാസ്താവ് എത്തി. ഓരോ ഘടകപൂരങ്ങളായി ഇനി ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ ഒരു സമയം കൂടിയാണ്. തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച ഇന്ന് ചടങ്ങുകൾ മാത്രമായി നടക്കുന്ന ഒരു പൂരമാണ്. പ്രധാന ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ആഘോഷങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ച ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ നടക്കുന്ന തൃശ്ശൂർ പൂരമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ആളുകളുടെ എണ്ണത്തിൽ അല്പം കുറവുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പൂരവിളംബരം നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയമായപ്പോഴേക്കും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. ഇത് രാവിലെ ആയതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വലിയ ഒരു ആവേശം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷമൊക്കെ പൂരത്തിനെത്തിയ സമയത്ത് നിറയെ ആളുകളായിരുന്നു, നിരവധി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അവരുടെ ആട്ടും പാട്ടും ഒക്കെയായി വലിയ രീതിയിൽ ആഘോഷമാക്കിയ ഒരു വേദിയാണ് ഈ ഒരു തെക്കേ നട എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. ഈ ചടങ്ങുകൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഈ എഴുന്നള്ളത്ത് ഓരോ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തായി ആരംഭിക്കുന്നു. വലിയ ഒരു തിരക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും അത്യാവശ്യം ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു തെക്കേ ഗോപുരനടയുടെ അരികെ എത്തിയിട്ടുണ്ട്. ഇനി ഓരോ ചടങ്ങുകൾ അടുക്കും തോറും ഒരുപക്ഷെ തിരക്ക് കൂടാനുള്ളൊരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാന ചടങ്ങുകൾ ഇന്ന് ഒരുപാട് പ്രധാന ചടങ്ങുകൾ നടക്കുന്ന, പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇലഞ്ഞിത്തറ മേളം, അതുപോലെ മഠത്തിൽ വരവ്, തെക്കോട്ടിറക്കം, ഈ മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, അതോടൊപ്പം കുടമാറ്റം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട കുടകൾ മാത്രം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങായിരിക്കും എന്നുള്ളതാണ്. അതായത് 15 മിനിറ്റ് ദൈർഘ്യത്തിൽ, സാധാരണ 1 മണിക്കൂറാണ് കുടമാറ്റത്തിൻ്റെ ദൈർഘ്യം, അത് 15 മിനിറ്റാക്കി ചുരുക്കി പ്രധാനപ്പെട്ട കുടകൾ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങായിരിക്കും കുടമാറ്റം എന്നുള്ളതാണ് പറഞ്ഞത്. കൃത്യമായി തന്നെ ചടങ്ങുകൾ എല്ലാം നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് അല്ലെങ്കിൽ വലിയ ഒരു ആവേശം ഇപ്പോഴില്ല. പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രകൃതം അത് തുടങ്ങി ഒരു മേളം പോലെയാണ്. അത് മേളം മുറുകി വരുന്ന പോലെ ആ ചടങ്ങിൻ്റെ ആ ഒരു സമയമാകുമ്പോഴേക്കും ആളുകളിലേക്ക് ആവേശം എത്തുകയും ആളുകൾ എത്തുകയും ചെയ്യുന്നതാണ് സാധാരണ രീതിയിൽ നമുക്ക് തൃശ്ശൂർ പൂരത്തിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇത്തവണയും അങ്ങനെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പൂര വിളംബരത്തിനൊക്കെ അത്രത്തോളം വലിയ ഒരു ജനാവലി നമുക്ക് തൃശ്ശൂർ പൂരത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിൽ ആ ഒരു വലിയ ജനത്തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 7 മണിയോടുകൂടി തന്നെ കണിമംഗലം ശാസ്താവ് ആദ്യം എഴുന്നള്ളി എത്തിയിട്ടുണ്ട്. ഇനി ചെമ്പൂക്കാവ് ഭഗവതിയും പരമുക്കുംപിള്ളി ശാസ്താവും, കാരമുക്ക് ഭഗവതി, അതുപോലെ ലാലൂർ ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി എന്ന ക്രമത്തിലാണ് ഇനിയിപ്പോൾ എഴുന്നള്ളിപ്പുകൾ ഈ ഒരു വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തുക. ഈ ആനപ്രേമികളുടെ ഹരമായ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ഇത്തവണയുമുണ്ട്. ചെമ്പൂക്കാവ് ദേശത്തിൻ്റെ തിടമ്പെടുത്തായിരിക്കും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇന്ന് എത്തുക. ഈ തെക്കേ നട തുറന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തു വരുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയാകർഷിച്ച വിഷ്വൽസാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ആ ഒരു വിഷ്വൽസാണ്. അത്തരത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ആനപ്രേമികളൊക്കെ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതാണ്. അത് ആ ഒരു സമയമാകുമ്പോൾ തിരക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണ തൃശ്ശൂരിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. ജയരാജ് വാര്യരെ പോലുള്ള ആളുകളൊക്കെ സ്ഥിരമായി ഈ പൂരത്തിന് ഇവിടെ എത്തുകയും ആട്ടവും പാട്ടുമൊക്കെയായി വലിയ രീതിയിൽ ആഘോഷമാക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊന്നും തന്നെ ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അത് ഈ ഒരു അപകടം നടന്ന പശ്ചാത്തലത്തിലായിരിക്കും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്.
അതിൻ്റെ ഏറ്റവും ആദ്യപടിയായാണ് ഈ ഒരു അത് തന്നെയാണ് ഹരീഷ് നമ്മൾ കാണുന്ന പൂരപ്രേമികൾ, ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ വന്ന ഒരു പക്ഷേ ഈ ഏകദേശം ഏതാണ്ട് 200 വർഷത്തെ ചരിത്ര പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പൂരമാണ്, പൂരങ്ങളുടെ പൂരമാണ്. അവിടെ നേരിട്ടെത്തി അവിടുത്തെ ഓരോ ദൃശ്യവർണ്ണ വിസ്മയവും മനസ്സിലേക്ക് ആവാഹിക്കാൻ ഒരുപക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ്. പക്ഷേ നമ്മൾ പതിവ് പോലെ കാണുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ആവേശത്തിൻ്റെ ആ തുടക്കമൊന്നും ഒരുപക്ഷെ ഇപ്പോൾ കാണുന്നില്ല. നേരത്തെ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ ഈ മേളമൊക്കെ കൊട്ടിക്കയറുന്ന മുറയ്ക്ക് അതിൻ്റെ ഒരു ആവേശവും കൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമുക്ക് ഈ മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലം അത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ആവേശത്തെ അല്ലെങ്കിൽ ഈ ഒരു പൊലിമയെ സ്വാഭാവികമായും പൊലിമ കുറഞ്ഞുള്ള ഒരു പൂരം തന്നെയാണ്, ചടങ്ങുകളിൽ മാത്രമായി ഒതുക്കിയിട്ടുള്ള ഒരു പൂരം തന്നെയാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ കൂടിയും അതിൻ്റെ ഈ ആളുകളുടെ ഒരു ആവേശത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ ദുരന്തം ഒരു വഴിയായിട്ടുണ്ടോ? ദുരന്തം കൊണ്ട് അല്ലെങ്കിൽ ദുരന്തം സംഭവിച്ചത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവേശക്കുറവ് അങ്ങനെ ആളുകളിൽ കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പൂരവിളംബരം നടത്തിയ സമയത്ത് ആദ്യ മണിക്കൂറുകളിൽ ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ആ ഒരു ചടങ്ങിനോടനുബന്ധിച്ച്, അതായത് എറണാകുളം ശിവകുമാർ തെക്കേനട തുറന്ന് വന്ന് വിളംബരം നടത്തുന്ന ആ ഒരു സമയമായപ്പോഴേക്കും ഈ തെക്കേനട മുഴുവൻ ജനനിബിഡമായിരുന്നു. അത്രത്തോളം ആളുകളാണ് തടിച്ചുകൂടിയത്. സമാനമായി ഇന്നും പ്രതീക്ഷിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അതായത് ഇലഞ്ഞിത്തറ മേളം, മഠത്തിൽ വരവ്, ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം, അതുപോലെ കുടമാറ്റം, ഈ തുടങ്ങിയ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഈ ഒരു ദിവസം ആ ചടങ്ങുകളോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറുകളോട് അടുക്കുമ്പോൾ ആളുകൾ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സാധാരണ ഈ ഒരു സമയം മുതൽ രാവിലെ മുതൽ തന്നെ ആഘോഷ പരിപാടികളും ആവേശവും ഒക്കെ നമുക്കിവിടെ അലയടിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങളില്ല ഈ ഒരു തെക്കേ നടയിൽ എന്നുള്ളതാണ്. ആളുകൾ വരുന്നു, ഈ ഒരു എഴുന്നള്ളത്ത് കാണുന്നു, മടങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. പക്ഷേ ഇന്ന് തീർച്ചയായും വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ സാധിക്കും ഹരീഷ്. പക്ഷേ ഒരു കാര്യം കൂടി ചോദിക്കാതെ പോകാൻ സാധിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടുകയാണ്. ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് പൊള്ളലേൽക്കുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുൻകരുതലുകൾ ഈ ഒരു പ്രത്യേക കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ പ്രധാനമായും സ്വീകരിച്ചിട്ടുണ്ട് ഭരണകൂടം? അത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ എല്ലാ വർഷത്തെ പോലെയും സ്വീകരിച്ചിട്ടുണ്ട്. കാരണം എല്ലാ വർഷവും ഈ ഏറ്റവും കൂടുതൽ ചൂട് ഉള്ള ദിനങ്ങളിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെട്ടത്. ഈ പൂര വിളംബരത്തിൻ്റെ ദിവസമൊക്കെ സമാനമായി ഇന്നും വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഉഷ്ണതരംഗം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതായത് കൃത്യമായി ആളുകൾക്ക് വെള്ളം നൽകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ആംബുലൻസ് സംവിധാനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഈ പൂരത്തിന് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ചൂട് ഏറ്റുകൊണ്ട് തലകറങ്ങി വീഴുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ സ്ഥിരം കാഴ്ചകളാണ്. അതിനുവേണ്ടിയുള്ള ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ ഒരു സഹകരണത്തോടു കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹരീഷിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ആംബുലൻസുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം തൃശ്ശൂർ പൂരത്തിൻ്റെ പൂർത്തിയാക്കി തന്നെയാണ് പൂരാവശ്യത്തിലേക്ക് ജനങ്ങൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മഠത്തിൽ വരവ്. പഞ്ചവാദ്യത്തിൻ്റെ മാന്ത്രികതയ്ക്കും ഗജവീരന്മാരുടെ പ്രൗഢിക്കും അപ്പുറം ആചാരങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള മഠത്തിൽ വരവ് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്താണ്. തൃശ്ശൂർ നടുവിൽ മഠത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മഠത്തിൽ വരവ് എന്ന പേര് കിട്ടിയത്. തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നടുവിൽ മഠത്തിലാണ്. തൃശ്ശൂർ പൂരമായി ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലമാണ് നടുവിൽ മഠം എന്ന് പറയുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ തൃശ്ശൂർ പൂരത്തിൽ ഇവിടെയുള്ള പ്രധാന ചടങ്ങുകൾ എന്താണെന്ന് പലർക്കും അറിയില്ല. അത് ഇന്ന് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ചേരുന്നത് ഈ വേദ പാഠശാല പ്രിൻസിപ്പൽ കൂടിയായ ശങ്കരനാരായൺ സാറാണ്. തൃശ്ശൂർ പൂരത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ മഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഈ തൃശ്ശൂർ പൂരമായി എത്രത്തോളം പ്രാധാന്യം ഈ മഠത്തിന് ഉണ്ട് എന്നുള്ളൊരു കാര്യം ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ തിരുവമ്പാടി ദേവിയുടെ എഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. നടുവിൽ മഠം എന്ന് പറയുന്നത് ഒരു സന്യാസി മഠമാണ്. അപ്പോൾ പണ്ടുകാലത്ത് നടുവിൽ മഠത്തിലെ മൂപ്പിൽ സ്വാമിയാർ, അതായത് പ്രധാന സന്യാസിയായിട്ടുള്ള അദ്ദേഹം തിരുവമ്പാടി ദേവസ്വത്തിന് അന്ന് നമ്മുടെ പൂരത്തിന് കോലമുണ്ടല്ലോ,
ഈ കോലം ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്യുകയുണ്ടായി എന്നാണ് കഥ. അപ്പോൾ അന്ന് സ്വാമിയാർ തിരിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കൊല്ലവും പൂരത്തിൻ്റെ സമയത്ത് ഇവിടെ നടുവിൽ മഠത്തിൽ ദേവിയെ കൊണ്ടുവരണമെന്നും ഇവിടെ വെച്ച് ഒരു ഇറക്കി പൂജ വേണമെന്നുമുള്ളത് സ്വാമിയാർ ആവശ്യപ്പെട്ടു എന്നാണ് കഥ. അപ്പോൾ അത് പ്രകാരം എല്ലാ കൊല്ലവും തിരുവമ്പാടിയിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന ദേവി ഈ നടുവിൽ മഠത്തിൽ വന്നിട്ട് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് ഇവിടുത്തെ ഈ 4 കെട്ടിൽ തിടമ്പും കോലവും കൊണ്ടുവയ്ക്കും. അതിനുശേഷം ഇവിടുന്ന് നിവേദ്യം ഒക്കെ ഉണ്ട്. ഈ നിവേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നടുവിൽ മഠത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മഠമാണ് വടക്കേ മഠം എന്ന് പറയുന്നത്. ഈ വടക്കേ മഠം എന്ന് പറയുന്നത് ഒരു വേദ പാഠശാലയാണ്. ഇതും പണ്ട് സന്യാസി മഠമായിരുന്നു എന്നാണ് കഥ. അതിനുശേഷം ഒരു 500 കൊല്ലം മുമ്പൊക്കെ അവിടുത്തെ സന്യാസി പരമ്പര നിന്ന് പോയപ്പോൾ അത് വേദ പാഠശാലയായിട്ട് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വടക്കേ മഠത്തിലെ വടുക്കിണിയിൽ ഈ ദേവിയെ കൊണ്ടുവയ്ക്കും. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഋഗ്വേദത്തിലെ മന്ത്രങ്ങളും ഒക്കെ ജപിച്ചതിന് ശേഷം അവിടെ നിന്ന് ഈ കോലം പിന്നെ അലങ്കാരങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം വടക്കേ മഠത്തിൻ്റെ മുകൾ ഭാഗത്ത് പഴയ നടക്കാവിൽ തിരുവമ്പാടിയുടെ പന്തൽ അവിടെ നിന്ന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അതാണ് ആ പഞ്ചവാദ്യമാണ് ഈ മഠത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വേദിക് ട്രഡീഷനും അല്ലെങ്കിൽ മഠത്തിലെ ആചാരങ്ങളുമായിട്ട് അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തൃശ്ശൂർ പൂരം അർത്ഥം. ഈ ചടങ്ങിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ആറാട്ട്, ഭഗവതിയുടെ ആറാട്ട് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായി ഇവിടെ നടക്കുന്നത്? ആറാട്ട് കടവ് നടുവിൽ മഠത്തിലാണുള്ളത്. ഇവിടെ ഒരു ചിറ ഉണ്ട്, പടിഞ്ഞാറേ ചിറ എന്ന് പറയാം, പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് ഇതിൽ ഈ നടുവിൽ മഠത്തിൻ്റെ അവിടെയുള്ള കടവ്, കുളത്തിലിറങ്ങുന്ന ഈ ചിറയുടെ ഭാഗം തന്നെ ആ കടവ്, ഈ കടവ് ആറാട്ട് കടവാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ കേട് വന്നിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ ആൾക്കാർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ തീർത്ഥകുളത്തിലാണ് ഉപേക്ഷിക്കുക. കേടുവന്ന ഉപയോഗിക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ ഇതേപോലെ ഈ നടുവിൽ മഠത്തിൽ ഈ കടവിൽ പഴയ പൊട്ടിയിട്ടുള്ള വിഗ്രഹങ്ങൾ, സാളഗ്രാമങ്ങൾ, ഈ സാധനങ്ങളൊക്കെ നിക്ഷേപിക്കാറുണ്ട്. അതായത് അതൊരു തീർത്ഥ കടവാണ്. ഈ കടവിലാണ് ഈ തിരുവമ്പാടി ദേവിയുടെ ആറാട്ട് വരുന്നത്. ഈ കടവിലാണ്, അത് നടുവിൽ മഠത്തിലാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയായിട്ടൊരു കാര്യം കൂടി പറയാം. രാത്രി ഇവിടുന്ന് ഈ വടക്കേ മഠത്തിൻ്റെ അവിടുന്ന് എഴുന്നള്ളിപ്പുണ്ട്. രാത്രിയുള്ള പഞ്ചവാദ്യം ഒരു 11 മണിയോടുകൂടി 10 മണിക്ക് കഴിഞ്ഞിട്ട് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് ഇവിടുന്ന് പോവുക. ഇവിടുന്ന് പുറപ്പെട്ടിട്ടുള്ള ഈ പഞ്ചവാദ്യം തിരുവമ്പാടി എത്തി. അപ്പോഴാണ് രാവിലത്തെ ഈ 3 മണിക്കുള്ള വെടിക്കെട്ട്. ആ പഞ്ചവാദ്യം തുടങ്ങുന്നത് ഈ വടക്കേ മഠത്തിൻ്റെ മുകളിലുള്ള പഴയ നടക്കാവിലുള്ള സമയത്ത് ഈ പന്തലിൽ നിന്ന് തന്നെയാണ്. അതിനു മുമ്പും ദേവിയെ വീണ്ടും മഠത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂരത്തിൻ്റെ ആദ്യത്തെ ദിവസം 2 തവണ തിരുവമ്പാടി ഭഗവതിയെ മഠത്തിലേക്ക് കൊണ്ടുവരാറുണ്ട് എന്നർത്ഥം. ഈ ഒരു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ മഠങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു തൃശ്ശൂർ പൂരം ഇപ്പോൾ ചടങ്ങുകൾ മാത്രമാക്കി നടത്താമെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത് ഈ മഠങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആളുകൾ അറിയേണ്ട ഒരു കാര്യവും അതാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. സംസ്ഥാനത്ത് നിന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് തന്നെയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, വലിയ ശക്തമായ ചൂട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ അൾട്രാവയലറ്റ് റേസ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ആധിക്യം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു അപകട നിലയ്ക്ക് അല്ലെങ്കിൽ അതിലേക്കൊക്കെ എത്തുന്നു എന്ന സാഹചര്യം കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി പേർക്ക് പൊള്ളലേറ്റ സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? ഇന്നുകൂടി അതിശക്തമായിട്ടുള്ള ചൂട് തുടരും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും. 40 ഡിഗ്രിയോടടുത്ത് ചൂട് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ അവിടെ 39.8 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇന്നലെ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നു. കൊല്ലത്തും തൃശ്ശൂരിലും കോട്ടയത്തും ഒക്കെ തന്നെയും സമാനമായ രീതിയിൽ 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട്
ചൂട് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. ബാക്കിയുള്ള ജില്ലകളിലും 36 ഡിഗ്രിക്ക് മുകളിൽ തന്നെയാണ് ചൂട് ഇന്നുണ്ടാവുക. ഇത് സ്വാഭാവിക ചൂടിനെ അപേക്ഷിച്ച് ഏതാണ്ട് 3 മുതൽ 5 വരെ ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഒപ്പം ഇതിൽ ആശ്വാസകരമായിട്ടൊരു കാര്യമുള്ളത്, ഇന്ന് ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നാളെ മുതൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം ഇപ്പോഴുള്ള അതിശക്തമായിട്ടുള്ള ചൂടും ഒപ്പം തന്നെ ഈ ചൂട് കാലത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ഉണ്ടാകണമെങ്കിൽ മഴ ശക്തമായേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലയിടങ്ങളിൽ ഇടിയോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട് ഭീകരമായിട്ടുള്ളൊരവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ ചൂട് കൂടുമ്പോൾ എല്ലാവരും ഒരു ആശ്വാസത്തിനായി പോകുന്ന സ്ഥലമാണ് ഇടുക്കിയിലെ മൂന്നാർ എന്ന് പറയുന്നത്. പക്ഷേ അവിടെയാണ് അൾട്രാ വയലറ്റ് രശ്മികളുടെ ഈ ഒരു പ്രഹരം ഏറ്റവും അധികമുള്ളത് എന്നുള്ളതാണ്. ഇത് 1 മുതൽ 5 വരെയുള്ള ഒരു നിലയിലാണ് അതിൻ്റെ സാധാരണഗതിയിൽ അത് നോർമലായി നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. പക്ഷേ അത് 8 മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിഭീകരമായിട്ടൊരു അവസ്ഥ തന്നെയാണ്. അതാണ് നിലവിൽ മൂന്നാറിലെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ചൂട് ഏൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുത്ത ചൂട് ഇന്നും തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അടക്കം നൽകുന്ന സൂചനകൾ. ഇബിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇസ്ലാമാബാദ് സമാധാന ചർച്ച മുടങ്ങിയതിൽ പ്രതികരണവുമായി ഇറാൻ. ഭീഷണിയോ സമ്മർദ്ദമോ കാരണം ചർച്ചയ്ക്ക് വഴങ്ങില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ചർച്ച വേണ്ടെന്ന് വെച്ചതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ലോകം പ്രതീക്ഷയോടെയായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചയെ നോക്കിക്കണ്ടത്. എന്നാൽ ചർച്ചകൾക്കായി പോകേണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സംഘത്തിന് നിർദ്ദേശം നൽകി. വേണമെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് സമീപിക്കട്ടെ എന്നാണ് നിലപാടെന്നും ട്രംപ് പറഞ്ഞു. അനാവശ്യ യാത്രകൾ ഒരുപാടായെന്നും ഇറാൻ നേതൃത്വത്തിൽ ആരാണെന്ന് അവർക്ക് പോലും അറിയില്ല എന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിക്കാനായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് അമേരിക്കൻ സംഘം പാകിസ്ഥാൻ യാത്ര റദ്ദാക്കിയത്. അതേസമയം അമേരിക്കയും ഇസ്രയേലിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജർമ്മനി രംഗത്ത് വന്നു. നടക്കുന്നത് അനാവശ്യ യുദ്ധമെന്ന് ജർമ്മൻ ചാൻസലർ വ്യക്തമാക്കി. Within 10 minutes, we got a new paper that was much better. We talked about they will not have a nuclear weapon. It's very simple. Look, that whole deal is not complicated. Iran cannot have a nuclear weapon. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അത്താഴ വിരുന്നിനിടെ വെടിവെച്ച വൈറ്റ് ഹൗസ് പ്രതിനിധികളുടെ അത്താഴ വിരുന്നിനിടെയായിരുന്നു വെടിവെച്ച് കേട്ടത്. പിന്നാലെ ഡൊണാൾഡ് ട്രംപിനെയും പ്രഥമ വനിത മെലാനിയെയും സീക്രട്ട് സർവീസ് സ്ഥലത്തു നിന്നും ഒഴിപ്പിച്ചു. അത്താഴ വിരുന്നിൽ ട്രംപിനൊപ്പം മറ്റ് പ്രധാന നേതാക്കളും പങ്കെടുത്തിരുന്നു. ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടില്ല. വെടിവെച്ച് കേട്ടതോടെ ട്രംപിനെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ വളയുന്നതിൻ്റെയും അദ്ദേഹത്തെ സുരക്ഷിതനായി വേദിയിൽ നിന്ന് മാറ്റുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാമ്പുകളുടെ ശല്യം രൂക്ഷമാകുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി ഇരട്ടിക്കുകയാണ്. സ്മൃതിവനം എന്ന പേരിൽ സർക്കാർ ആരംഭിക്കാനിരുന്ന പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി. ഇതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. സ്മൃതിവനം പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണിത്. എന്നാൽ ഇന്നിത് മൃതിവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 പതിറ്റാണ്ട് മുൻപ് വരെ സമൃദ്ധിയോടെ നെല്ല് വിളഞ്ഞിരുന്ന പാടം. പക്ഷേ 1991 അന്നത്തെ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത്. വനമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ നിർമ്മിത വനമായിരുന്നു ലക്ഷ്യം. എന്നാൽ സ്മൃതിവനം എന്ന പേരിൽ ആരംഭിക്കാനിരുന്ന പദ്ധതി കാലക്രമേണ സ്മൃതിയിലാണ്ടുപോയി. പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാർ IT പാർക്കിനായി ശ്രമം നടത്തിയെങ്കിലും അതും പ്രാവർത്തികമായില്ല. ഇന്ന് 636 ഏക്കർ വരുന്ന ഈ പ്രദേശമാകെ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാണ്. ജനങ്ങൾക്കുള്ള ദുരിതം എന്ന് പറയുന്നത് ഈ 650 ഏക്കറിൽ ജനങ്ങൾ വളരെ ദുരിതപ്പെട്ടാണ്. പാമ്പും ഇഴജന്തുക്കളും ഒക്കെ ആയിട്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പാമ്പ് വളർത്തൽ കേന്ദ്രം എന്ന് പറയാൻ പറ്റും. അതേ രീതിയിലുള്ള എല്ലാ സൈസ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. വെള്ളം നിറഞ്ഞ് കാട് പിടിച്ചു കിടക്കുന്ന പാടത്ത് ഉഗ്രവിഷമുള്ള പാമ്പുകൾ സാധാരണ കാഴ്ചയാണ്. രാത്രികാലങ്ങളിൽ ഭീതിയോടെ വേണം ഇതിലെ സഞ്ചരിക്കുവാൻ. വിശാലമായി പരന്നു കിടക്കുന്ന ഈ പ്രദേശത്തിന് ചുറ്റുമായി ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ചൂട് കനത്തതോടെ തണുപ്പ് തേടി വീടുകളിലേക്കും പാമ്പുകൾ എത്തി തുടങ്ങിയതോടെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ ഓരോ ദിനവും തള്ളി നീക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ പാമ്പുകളുടെ ശല്യം ജില്ലയിൽ വർദ്ധിച്ചതോടെ അനാഥമായി കിടക്കുന്ന ഈ ഭൂമി ജനങ്ങൾക്ക് മൃതിവനമായി മാറുകയാണ്. പാമ്പുകളുടെ ശല്യം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴാണ് അവയ്ക്ക് വിഹരിക്കുവാൻ സർക്കാർ ചെലവിലുള്ള ഈ ആവാസ കേന്ദ്രം. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.
അരനൂറ്റാണ്ട് മുൻപ് സർക്കാർ പട്ടയം നൽകിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇടുക്കി വാഗമണിലെ 14 കുടുംബങ്ങൾ. പട്ടയം ലഭിച്ച ഭൂമിക്ക് സ്വകാര്യ തേയിലത്തോട്ടം ഉടമകൾ അവകാശം ഉന്നയിച്ചതോടെയാണ് പട്ടയ ഉടമകൾ പ്രതിസന്ധിയിലായത്. വാഗമൺ ബോണാമിയിൽ 1977-78 കാലത്താണ് 14 കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി അനുവദിച്ചത്. എന്നാൽ പിന്നീട് സ്വകാര്യ തേയിലത്തോട്ടം ഉടമകൾ ഈ ഭൂമിക്ക് അവകാശമുന്നയിച്ചു. ഇതോടെ ഭൂമിക്ക് കരമടയ്ക്കാനോ സ്ഥലം പോക്കുവരവ് ചെയ്യാനോ കഴിഞ്ഞില്ല. ഇതിനിടെ പട്ടയ ഉടമകൾ പലരും മരിച്ചു. ഇവരുടെ അനന്തരാവകാശികൾ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് പരാതി നൽകി. തുടർന്ന് കമ്മീഷൻ തോട്ടമുടമകളോട് ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർക്ക് രേഖകൾ നൽകാൻ കഴിഞ്ഞില്ല. ഇതോടെ പട്ടയ ഉടമകളായ 14 പേരുടെയും ഭൂമി 3 മാസത്തിനകം പോക്കുവരവ് ചെയ്തു നൽകാൻ കമ്മീഷൻ 4 വർഷം മുമ്പ് ഉത്തരവിട്ടു. ഈ ഉത്തരവ് നടപ്പാക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നില്ല. 3 മാസത്തിനകം ഈ ബാക്കിയുള്ള 14 പേർക്ക്, ബാക്കിയുള്ള 6 പേർക്ക്, ഞങ്ങളെ 4 പേരെ പോയത് അവർക്കൊണ്ടേ 3 മാസത്തിനകം പോക്കുവരവ് ചെയ്ത് പട്ടയം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് വിധി പറഞ്ഞു. പിന്നെ രണ്ടാമത് ഒരു അദാലത്ത് നടക്കും. അതിലേയും പറഞ്ഞു 1 മാസം ചെയ്യണം. മൂന്നാമതും പറഞ്ഞു. ഇത്തരം ചേറ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പട്ടയഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. നിലവിൽ ഈ കേസ് കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ എസ്റ്റേറ്റുകാരുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് കുറേ നാൾ അതിന് പുറകെ നടന്ന് പിന്നെ ഗവൺമെൻറ് വന്ന് അതിൻ്റെ സീലൊക്കെ വെച്ചിട്ട് പോയി. ഇതൊക്കെ ഞങ്ങളുടെ ഒറിജിനൽ സ്ഥലം പട്ടയത്തിന് തന്ന സ്ഥലത്തിന് ഇതുവരെ പോക്കുവരത്തും ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. 50 വർഷം മുമ്പ് ലഭിച്ച പട്ടയഭൂമി ഇപ്പോഴും സ്വകാര്യ തോട്ടമുടമകൾ വേലികെട്ടി തിരിച്ച് കൃഷി ഇറക്കുന്നു. നിർധനരായ തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് തങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി. അമൃത ന്യൂസ്, ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പിലും ബീരിച്ചേരിയിലും റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാത്തതിനെതിരെ കടുത്ത പ്രതിഷേധമുയരുകയാണ്. വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഈ മാസം 28-ന് മനുഷ്യച്ചങ്ങല തീർക്കും. റെയിൽവേ ഗേറ്റ് അടഞ്ഞുള്ള യാത്ര ദുരിതം വ്യാപാരത്തെയും ടൗൺ വികസനത്തെയും സാരമായി ബാധിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളാപ്പ് ബീരിച്ചേരി റെയിൽവേ ഗേറ്റുകൾ ഉൾപ്പെടെ 5 ലെവൽ ക്രോസുകൾ ടൗണിലേക്ക് വ്യാപാരാവശ്യങ്ങൾക്കായി എത്തുന്ന ആയിരങ്ങളെ പിന്നോട്ടടുപ്പിക്കുകയാണ്. നിരന്തരം റെയിൽവേ ഗേറ്റുകൾ അടഞ്ഞ് ടൗണിൽ യാത്രാ ദുരിതം സൃഷ്ടിക്കുന്ന വെള്ളാപ്പിലും ബീരിച്ചേരിയിലും മേൽപ്പാലം പണിയുമെന്ന പ്രഖ്യാപനം കേൾക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. എന്നാൽ നാളിതുവരെയായിട്ടും നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടികൾ പോലും കാണാനില്ല. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ 28-ന് ചൊവ്വാഴ്ച കടകളടച്ച് മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന സമരത്തിന് വേദിയായി മാറും തൃക്കരിപ്പൂർ. ബീരിച്ചേരി മുതൽ വെള്ളാപ്പ് റോഡ് ജംഗ്ഷൻ വരെ മനുഷ്യച്ചങ്ങല തീർക്കും. ഇനി അങ്ങോട്ട് സമരമുറകൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി വിശ്രമില്ലാത്ത ദിവസങ്ങളാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം. ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ എല്ലാ ബഹുജനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പോവുകയാണ്. ബീരിച്ചേരിയിലും വെള്ളാപ്പിലും മേൽപ്പാലമില്ലാത്തത് ഏറെ ദുരിതമെന്ന് ടൗണിലെ ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനടക്കം പ്രയാസങ്ങൾ നേരിടേണ്ട സാഹചര്യമാണ്. ഹോസ്പിറ്റൽ കേസായിട്ട് നമ്മൾ എടുത്തിട്ട് പോകേണ്ടി വരും. ഓട്ടോക്കാർ എത്രയോ എമർജൻസി കേസ് 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ എത്തേണ്ട കേസ് ഈ ഒരു ഗേറ്റ് അടച്ചിട്ട് ഇവിടെയില്ല. വലിയ ഈ ക്യൂ കാരണം ഈ ബ്ലോക്ക് പെട്ട് പയ്യന്നൂർ പോയി ആ പേഷ്യൻ്റ് പെട്ടെന്ന് ചികിത്സ കിട്ടാണ്ട് പെരിയാരും മംഗലാപുരം എത്തേണ്ട അവസ്ഥ ഈ ഗേറ്റ് കാരണം ഒരുപാട് അനുഭവം എനിക്കുണ്ടായിന്. KSRTC സ്വകാര്യ ബസ്സുകളടക്കം കടന്നു പോകുന്ന ഇവിടെ യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നതിനൊപ്പം തിരക്കേറി വരുന്ന തൃക്കരിപ്പൂർ ടൗണിനെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിടുന്നതാണ് നിലവിലെ അവസ്ഥ. തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ബീരിച്ചേരിയിലും വെള്ളാപ്പിലുമുള്ള റെയിൽവേ ലെവൽ ക്രോസുകൾ കാലങ്ങളായി ഇവിടെ ഗതാഗത കുരുക്കും ദുരിതവും തീർക്കുകയാണ് ജനങ്ങൾക്കും വ്യാപാരി സമൂഹത്തിനും. ഇതിനെതിരെ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുകയാണ് വ്യാപാരി വ്യവസായികൾ ഒറ്റക്കെട്ടായി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നും ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. റോഡ് പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ട കൊറ്റനാട് പഞ്ചായത്തിലെ വെള്ളയിൽ നിവാസികൾ പ്രക്ഷോഭത്തിൽ. കുമ്പളന്താനം വെള്ളയിൽ റോഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം 22 ദിവസം പിന്നിട്ടു. സ്ഥലം MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലെ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതാണ് നാട്ടുകാരെ തെരുവിലിറക്കാൻ പ്രേരിപ്പിച്ചത്.
വർഷങ്ങളായിട്ട് തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് കുമ്പളത്താനം വെള്ളയിൽ റോഡ്. ഈ വഴിയുള്ള യാത്ര ഇന്ന് നാട്ടുകാർക്ക് ഒരു പേടി സ്വപ്നമാണ്. സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് എത്താൻ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന പാതയാണിത്. കുമ്പളത്താനം വെള്ളയിൽ റോഡ് 35 ലക്ഷം രൂപ അനുവദിച്ച ഒരു റോഡ്. അനുവദിച്ചു എന്ന് പറയുന്നത് 2025 ജൂൺ മാസം 23 കരാർ എഴുതിയ ഒരു പ്രൊജക്റ്റാണിത്. എന്ന് പറഞ്ഞാൽ കാലം ഇത്രയുമായിട്ടും ഇത് നടക്കുന്നില്ല. അവസാനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശ്രീ MLA ഉദ്യോഗസ്ഥരും മറ്റ് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടെല്ലാം ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുകയും ഏപ്രിൽ മാസം 4 ഈ 2.25 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ്, അതിൻ്റെ 90 മീറ്റർ കോൺക്രീറ്റാണ് വരുന്നത്. ബാക്കി 2.25 കിലോമീറ്റർ നീളമുള്ള റോഡ് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്നാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്ന അന്നേ ദിവസം അദ്ദേഹം ഈ ജംഗ്ഷനിൽ വന്നു നിന്ന് ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടത്തി മടങ്ങുകയുണ്ടായി. റോഡ് പുനരുദ്ധാരണത്തിനായി 35 ലക്ഷം രൂപയുടെ CMRL ഫണ്ട് അനുവദിച്ചിട്ട് കാലമേറെയായി. എന്നാൽ നിർമ്മാണം മാത്രം എങ്ങുമെത്തിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൊറ്റനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായി മാറേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളയിൽ എന്ന് പറയുന്ന പ്രദേശം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഹോമിയോ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിൻ്റെ ഒരു 50 മീറ്റർ അപ്പുറത്താണ്. അതുപോലെ തന്നെ സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, അതുപോലെ പൊതു ശ്മശാനത്തിലേക്കുള്ള വഴികൾ, അങ്ങനെ ഒരുപാട് പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ഒരു റോഡാണിത്. ആ ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇത്രയും മോശമായിട്ട് അധപതിച്ച് കിടക്കുന്ന ഒരു റോഡ് ഇതുപോലെ ഈ ജില്ലയിൽ വേറെ റോഡ് ഉണ്ടാവില്ല. കഴിഞ്ഞ മാർച്ച് 13 റാന്നി MLAയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ റോഡ് പൂർണ്ണമായി അടച്ചിട്ട് പണി തീർക്കുമെന്നും ഏപ്രിൽ 4 ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അധികൃതർ നൽകിയ ആ ഉറപ്പും പാഴായി. ഏപ്രിൽ പകുതി പിന്നിട്ടിട്ടും കരാറുകാരന് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. സമരം 22 ദിവസം കടന്നിരിക്കുകയാണ്. ദിവസവും 2 മണിക്കൂർ വീതമാണ് നാട്ടുകാരുടെ പ്രതിഷേധം. റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ഏക ആവശ്യം. കാരണം ഒരു ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വേറൊരു വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല, ഒരു സ്കൂട്ടറിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വലിയ കുണ്ടും കുഴിയുമാണ് അവിടെ എല്ലാം. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, നമുക്കും ജനങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ റോഡ് ശരിയാക്കണം. ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി കിട്ടിയേ മതിയാവും. നിരവധി ബസ് സർവീസുകളുള്ള ഈ റോഡിലൂടെ ഇപ്പോൾ കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. നിരവധി അപകടങ്ങൾ കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. ഓരോ സ്കൂട്ടറുകാർ വന്ന് ചള്ളയായി മറ്റേതായി എല്ലാം കൂടെ വീഴുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊല്ലത്ത് പേഴ്സണൽ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. പേഴ്സണൽ ലോൺ തരപ്പെടുത്തി തരാമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. OLX ആപ്പിലൂടെ പേഴ്സണൽ ലോൺ തരപ്പെടുത്തി നൽകുമെന്ന പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. ഈ പരസ്യം ശ്രദ്ധയിൽപ്പെട്ട നിരവധി വീട്ടമ്മമാർ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. തുടർന്ന് ഇവരുടെ വിശ്വസ്തത നേടിയെടുത്ത പ്രതി ഇവരുടെ പക്കലുള്ള എല്ലാ രേഖകളും വാട്സപ്പ് മുഖേന വാങ്ങുകയും ചെയ്തു. പിന്നീട് ഇവരോട് കൊല്ലം പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന വിവിധ ഹോം അപ്ലയൻസസ് ഷോറൂമുകളിൽ എത്തിച്ചേരുവാൻ അറിയിക്കുകയായിരുന്നു. ഷോറൂമുകളിലെ ഫിനാൻസ് വിഭാഗം ആളുകൾ പിന്നീട് ഇവരെ കൊണ്ട് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എടുപ്പിക്കുകയാണ് പതിവ്. വില കൂടിയ മൊബൈൽ ഫോൺ, AC, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങളാണ് ഇവരുടെ പേരിൽ വാങ്ങിച്ചിരുന്നത്. പേഴ്സണൽ ലോൺ ആവശ്യത്തിനായി എത്തിച്ചേർന്നവർ പർച്ചേസ് ലോൺ എന്ന തരത്തിലേക്ക് മാറിയതോടെ പരാതിക്കാർ വീണ്ടും പ്രതിയെ ബന്ധപ്പെട്ടു. ഈ സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഇത് മറച്ചു വിൽക്കുമ്പോഴാണ് പണം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നായിരുന്നു മറുപടി. 1 മാസം കാലയളവിന് ശേഷം EMI അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ ബാങ്കിന്റെ പ്രതിനിധികൾ വീട്ടമ്മമാരെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഇവർ മനസ്സിലാക്കിയത്. തട്ടിപ്പിനിരയായ കൊല്ലം മീനാട് സ്വദേശിനിയും അഞ്ചൽ വിളക്കുപാറ സ്വദേശിനിയും കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പല പേരുകളിലും പല മേൽവിലാസത്തിലും താമസിക്കുകയായിരുന്ന പ്രതിയെ തന്ത്രപൂർവ്വം വർക്കലയിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാൾ തട്ടിപ്പിന് ഉപയോഗിച്ച സിം കാർഡ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ പേരിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളോ കേസുകളോ നിലവിലുണ്ടോ എന്നും തട്ടിപ്പിൽ മറ്റു പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. കോട്ടയം ചങ്ങനാശ്ശേരി ശ്രീമാതാ അമൃതാനന്ദമയി മഠം അമൃത യുവധർമ്മധാര ആയുധമായി ചേർന്ന് യുവതീ യുവാക്കൾക്കായി 2 ദിവസത്തെ ശിബിരം തുടങ്ങി. ധർമ്മയോധ എന്ന പേരുള്ള ശിബിരം NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മഠാധ്യക്ഷ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുമാരി സായുജ്യ, ബ്രഹ്മചാരി ശിവാനന്ദൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. വർക്ക്ഷോപ്പുകൾ, ഗെയിമുകൾ, ക്യാമ്പ് ഫയർ, യോഗ പഠനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ശിബിരം ഇന്ന് സമാപിക്കും.
രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 5 വിക്കറ്റ് ജയം. രാജസ്ഥാൻ ഉയർത്തിയ 229 റൺസ് ലക്ഷ്യം 9 പന്ത് ബാക്കി നിൽക്കെ ഹൈദരാബാദ് മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനുമാണ് ഹൈദരാബാദിന്റെ വിജയശില്പികൾ. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസാണ് നേടിയത്. വൈഭവ് സൂര്യവംശി അതിവേഗ സെഞ്ചുറിയുമായി തിളങ്ങി. 37 പന്തിൽ 5 ഫോറും 12 സിക്സും പറത്തി 103 റൺസാണ് വൈഭവ് അടിച്ചെടുത്തത്. ഇന്ന് 2 മത്സരങ്ങളാണ്. വൈകിട്ട് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ചെന്നൈ ഇന്നിറങ്ങുന്നത്. 2ാം മത്സരം ലക്നൗ സൂപ്പർ ജയൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ്. സീസണിൽ ഒരു ജയം മാത്രം നേടിയ കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരാണ്. രാത്രി 7:30 മുതൽ ലക്നൌവിലാണ് മത്സരം.